പത്തനംതിട്ടയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു. പുതിയ ഡിഇഒയെ സർക്കാർ നിയമിക്കാത്തത് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തകിടം മറിക്കുന്നുവെന്നാണ് പരാതി. പലവട്ടം സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടും നടപടിയില്ലെന്ന് അധ്യാപകരും പറയുന്നു. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിരമിച്ചത് 2025 മെയ് മാസം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇല്ലാതെ ഒരു അധ്യയന വർഷം ഇതിനോടകം കടന്നുപോയി. എഇഒയ്ക്കായിരുന്നു ഇൻചാർജ്. അമിത ജോലിഭാരമാണ് ഇതുവഴി എഇഒ ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നിയമനം നടന്നില്ല. ഈ വർഷം മെയ് 31-ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറും വിരമിച്ചു. ഫലത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമില്ല, ഉപഡയറക്ടറുമില്ലാതെ ആകെ അനിശ്ചിതത്വത്തിലാണ് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം. ഇത്തരത്തിലൊരു നിയമനം നടക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ വിവിധ മേളകൾ ഏകോപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ LP നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റൊക്കെ നിലവിലുണ്ട്. ആ LP നിയമനങ്ങളുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേതൃപരമായ പങ്കുവഹിക്കുന്നതിന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ആവശ്യമുണ്ട്. അപ്പോൾ അടിയന്തരമായി ഉപഡയറക്ടറെയും വിദ്യാഭ്യാസ ഓഫീസറെയും നിയമിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അധ്യാപക നിയമനങ്ങൾ, താത്കാലിക അധ്യാപകരുടെ വേതനം, പ്രമോഷനുകൾ, കലാകായിക മേളകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. പകരം ചുമതല നൽകിയിരുന്ന എഇഒയ്ക്ക് ഔദ്യോഗിക വാഹനമില്ലാത്തതിനാൽ പലയിടത്തും എത്തിച്ചേരാനും ബുദ്ധിമുട്ടാണ്. അടിയന്തരമായ നിയമനം നടത്തിയില്ലെങ്കിൽ അധ്യാപക സംഘടനകൾ പരസ്യ പ്രതിഷേധത്തിനിറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.